അതെ, ഇന്ന് നമുക്കൊരു ചീരത്തോരൻ്റെ റെസിപ്പി നോക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത്, ഒപ്പം തന്നെ ആ ചീരയുടെ തണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഈ സമയത്ത് ചേർക്കുവാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ സവോളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ജീരകം കൂടി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില കൂടി ചേർത്ത് കൊടുക്കണം. ചീരയിലയോട് ചേർത്ത് ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് മാത്രം മൂടി വെച്ച് വേവിച്ചാൽ മതിയേ. കാരണം ചീര ഓവർ കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ഇതേ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക്